ഈ അനുഭവം വീഡിയോയിൽ പറയാൻ യോഗ്യത ഉള്ളതാണെങ്കിൽ പറയണേ എന്ന് പറഞ്ഞിട്ടാണ് അയച്ചു തന്നത്. അങ്ങനെ യോഗ്യതയുള്ള അനുഭവം ഇല്ലാത്ത അനുഭവം ഒന്നും ഇല്ല കേട്ടോ. പറയട്ടെ. എൻ്റെ പേര് ജിജി എന്നാണ്. ചേർത്തലയിലാണ് വീട്. ഞാൻ അന്നപൂർണേശ്വരി ദേവിയുടെയും കണ്ണൻ്റെയും ഭക്തയാണ്. എനിക്ക് ഈ ലോകത്ത് ദേവിയും കണ്ണനും പിന്നെ ഒരു മോനുമാണുള്ളത്. വേറെ ആരുമില്ല. ദേവി എൻ്റെ അമ്മയും കണ്ണൻ എൻ്റെ മോനുമാണ്. ഇനി അനുഭവം പറഞ്ഞോട്ടെ. 2024 കന്നി 5-ന് ഞാനും മോനും കുറച്ച് ബന്ധുക്കളോടൊപ്പം ഗുരുവായൂരിൽ പോയി. അന്ന് ഭയങ്കര തിരക്കായിരുന്നു. വെളുപ്പിന് 2:30 മുതൽ നിന്ന് 6 മണിയായപ്പോൾ ഞങ്ങൾക്ക് ദർശനം കിട്ടി. കണ്ണനെ തൊഴുത് വലം വെച്ച് പുറകിൽ അനന്തശയനത്തിന് മുന്നിൽ നമസ്കരിക്കുന്ന സ്ഥലമെത്തി. ഞാൻ തൊഴുതിട്ട് നമസ്കരിക്കുന്ന മോൻ വരാൻ ആ തിരക്കിൽ കാത്തു നിൽക്കുകയായിരുന്നു. എൻ്റെ മോനും നല്ല ഭക്തിയാണ് കേട്ടോ. അവൻ ഏറെ സമയമെടുത്താണ് നമസ്കരിക്കുന്നത്. അങ്ങനെ ഞാൻ അവനെയും നോക്കിക്കൊണ്ട് നിന്നപ്പോൾ എൻ്റെ ഇടത്തെ തോളിൽ ആരോ തട്ടിയിട്ട് എൻ്റെ കൈ പിടിച്ചു. എന്നിട്ട് എൻ്റെ കയ്യിൽ എന്തോ വെച്ച് തന്നു. എന്നിട്ട് ഇതാ എന്ന് പറഞ്ഞു. ഇതാരാ എന്താ എന്നറിയാൻ ഞാൻ തിരിഞ്ഞു നോക്കി. അപ്പോൾ കാവി മുണ്ടെടുത്ത ഒരാൾ പോകുന്നത് കണ്ടു. ഞാൻ പെട്ടെന്ന് കയ്യിലേക്ക് നോക്കി. ഒരു മിഠായി ആയിരുന്നു അത്. ഞാൻ അമ്പരന്ന് നിൽക്കുമ്പോൾ പെട്ടെന്ന് മോനും ബന്ധുക്കളും വന്ന് എന്താ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ മോനോട് പറഞ്ഞു, ആ ആളെ കാണിക്കാൻ. ആള് പോയ സ്ഥലത്തേക്ക് ചൂണ്ടി കാര്യം പറഞ്ഞു. പക്ഷെ ആളെ പിന്നെ കണ്ടില്ല. അവരെ ഞാൻ മിഠായി കാട്ടിക്കൊടുത്തു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഈ തിരക്കിനിടയിൽ എനിക്ക് മാത്രമല്ലേ ഈ മിഠായി കിട്ടിയുള്ളൂ. അപ്പോൾ അത് വേറെ ആരുമല്ല, സാക്ഷാൽ എൻ്റെ പൊന്നുണ്ണി തന്നെയാണ് അതെനിക്ക് തന്നതെന്ന്. എൻ്റെ കണ്ണാ, അപ്പോൾ എനിക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. സന്തോഷം കൊണ്ട് സങ്കടം വരില്ലേ, അതായിരുന്നു ഞാൻ അനുഭവിച്ചത്. വീട്ടിൽ വന്ന് അത് സൂക്ഷിച്ചു വെക്കാമെന്ന് പറഞ്ഞപ്പോൾ മോൻ പറഞ്ഞു, അത് ചിലപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ അലിഞ്ഞു പോവുകയോ കേടായി പോവുകയോ ചെയ്താലോ. ഇത് കണ്ണൻ നമുക്ക് കഴിക്കാൻ തന്നതല്ലേ, കഴിച്ചിട്ട് നമുക്ക് ആ കവർ സൂക്ഷിച്ചു വെക്കാമെന്ന്. അങ്ങനെ ആ കവർ ഞാൻ ഒരു നിധി പോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും എപ്പോഴും വിശ്വസിക്കുന്നത് എൻ്റെ പൊന്നുണ്ണി ഈ അമ്മയ്ക്ക് തന്നതാണ് ആ മധുരമെന്നാണ്. അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. അനുഭവം യോഗ്യതയുള്ളതാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് ഗുരുവായൂരിലെ ഓരോ നിമിഷവും നമ്മളെ ഭഗവാൻ അങ്ങനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ത്രിമധുരത്തിലേക്ക് വരാം എല്ലാവർക്കും. വരുന്നവർക്ക് 7 ദിവസം മാസത്തിൽ കൃഷ്ണ വിഗ്രഹ സമ്മാനമുണ്ട്. യൂട്യൂബ് ജോയിൻ ബട്ടണിലൂടെ വരാം. ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഹരേ കൃഷ്ണ.